ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 101 ഭേദഗതിയിലെ പ്രതിപാദ്യമായ GST 122ാമത് ഭേദഗതി ബിൽ പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത്. അപ്പോൾ 101 ഭേദഗതി എന്ന് പറയുന്നത് 122ാമത് ഭേദഗതി ബില്ലാണ്. അപ്പം അതിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2016 സെപ്റ്റംബർ 8. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി 102ാം ഭേദഗതി 2018. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി 103ാം ഭേദഗതി 124ാം ഭേദഗതി ബില്ലാണ്. 103ാം ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2019 ജനുവരി 12. ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും SC/ST വിഭാഗങ്ങളുടെ സംവരണം 2030 വരെ നീട്ടിയ ഭരണഘടനാ ഭേദഗതി 104ാം ഭേദഗതി 126ാമത് ഭേദഗതി ബില്ലാണ്. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഗുജറാത്ത്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത 44ാം ഭേദഗതി പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? 86ാം ഭേദഗതി 2002 നിലവിൽ വന്നത്. ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനയുടെ ഭേദഗതി 86ാം ഭേദഗതി 2002. ഇനി ആർട്ടിക്കിളുകളെ കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതി. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം 15. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളികൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക അനുച്ഛേദം ഏത്? അനുച്ഛേദം 17. അസോസിയേഷനോ യൂണിയനുകളോ തുടങ്ങുന്നതിനുള്ള അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 19(1)(c). ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. അനുച്ഛേദം 25 മുതൽ 28 വരെ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് കോ വാറണ്ടോ ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോ വാറണ്ടോ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രോഹിബിഷൻ. ആർട്ടിക്കിൾ 51A ബന്ധപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയിലെ എന്താണ്? മൗലിക ചുമതലകൾ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 44. ഗോവധ നിരോധനം, മൃഗസംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? 48. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243A. രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരം? അനുച്ഛേദം 360. സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? അനുച്ഛേദം 356. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 165. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ.
ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ. റിട്ടുകൾ. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. ആകെ 5 എണ്ണം. 226 അനുച്ഛേദ പ്രകാരം റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് മണ്ടാമസ്. റിട്ടുകളെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അടുത്തത് പഞ്ചായത്തി രാജ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ, നാഗൂർ ജില്ല. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ.എം. സിംഗ്വി കമ്മിറ്റി 1986. ത്രിതല പഞ്ചായത്തി രാജ് വ്യവസ്ഥയിലെ ഏറ്റവും ഉയർന്ന തലം ഡാഷാണ്, ജില്ലാ പഞ്ചായത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സ്. പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റി ഏത്? സെൻ കമ്മിറ്റി. കേരള ത്രിതല പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതെന്ന്? 1994 ഏപ്രിൽ 23. 2019 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജി. ഇനി ഭരണഘടനാ സ്ഥാപനങ്ങൾ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. പ്രതിരോധം, സെൻസസ് എന്നിവ ഏത് ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളാണ്? യൂണിയൻ ലിസ്റ്റ്. ഇപ്പോൾ 98 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. പോലീസ്, കൃഷി എന്നിവ ഏത് ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്. ഇപ്പോൾ 59 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ ഏതൊക്കെ? വനം, വന്യജീവി, വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വിവാഹവും വിവാഹമോചനവും, ട്രേഡ് യൂണിയനുകൾ എന്നിവ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. 3 ലിസ്റ്റുകളിലും പ്രതിപാദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. പാർലമെന്റിന്റെ ഈ അധികാരം അറിയപ്പെടുന്നത് അവശിഷ്ട അധികാരം അഥവാ റെസിഡ്യൂറി പവേഴ്സ് എന്നാണ്. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSCയിൽ അംഗമായ ആദ്യ മലയാളി ഡോക്ടർ KG അടിയോടി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര്? ഗിരീഷ് ചന്ദ്ര മുർമു. ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951. കേരളത്തിൽ അവസാനമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം 1982. ആകെ 7 തവണയാണ് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ഇത്രയേ ഉള്ളൂ.